അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഫാക്റ്റ് സൂമിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇസ്ലാം പ്രതിനിധീകരിക്കുന്ന ആദർശത്തെ സംബന്ധിച്ചിട്ടുള്ള വിശകലനങ്ങളാണ് നിർവഹിക്കുന്നത്. അതുകൊണ്ട് അദ്യാവസാനം സശ്രദ്ധം കേൾക്കണം എന്ന് വിനയപൂർവ്വം താൽപ്പര്യപ്പെടുകയാണ്. ബഹുമാന്യ പണ്ഡിതൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ജിന്ന് രോഗമുണ്ടാക്കുമെന്ന് വിശ്വസിക്കൽ ഷിർക്കാണോ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു വീഡിയോ പ്രഭാഷണത്തെ അധികരിച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ജിന്ന് മനുഷ്യന് രോഗമുണ്ടാക്കും എന്ന വാദം അവതരിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ചെയ്യുന്നത്. ഇതിന് ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം നാം മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. തൊട്ടുമുമ്പ് ഞാനും ബഹുമാന്യ പണ്ഡിതൻ അലി മദനിയും നിർവഹിച്ചിട്ടുള്ള ഒരു പ്രഭാഷണത്തിൽ, വീഡിയോ പ്രഭാഷണത്തിൽ ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാ അവരുടെ അഖീദത്തു തൗഹീദിൽ നിന്നുള്ള ഒരു ഭാഗം കൃത്യമായി നമ്മൾ ഉദ്ധരിച്ചിരുന്നു. അത് ജിന്ന് രോഗമുണ്ടാക്കും എന്ന് വിശ്വസിക്കുന്നത് ഷിർക്കാണ് എന്ന് കൃത്യമായി പരാമർശിക്കുന്ന ഭാഗമാണ്. ഷിർക്കുൻ അക്ബറായി പരാമർശിക്കുന്ന കുറേ ഇനങ്ങൾ വിശദീകരിക്കുന്നിടത്ത് വന്നിട്ടുള്ള ഒരു ഭാഗമാണത്. ഈ ഭാഗം ഉദ്ധരിച്ചതിന് ശേഷം എന്താണ് ഈ വിഷയത്തിൽ സിറാജു ബാലുശ്ശേരിക്ക് പറയാനുള്ളത് എന്ന കാര്യം വ്യക്തമാക്കണം എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അത് ഞങ്ങളുടെ ഒരു വാദമായി അവതരിപ്പിച്ചതല്ല, മറിച്ച് നിങ്ങളുടെ വാദമായി നിങ്ങൾ അവതരിപ്പിക്കുന്നത് ജിന്ന് രോഗമുണ്ടാക്കും എന്ന കാര്യം അത് ഖുർആനിനും പ്രവാചകൻ്റെ തിരുചര്യക്കും യോജിക്കുന്നതാണ് എന്ന അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ടാണ് ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ അഖീദത്തു തൗഹീദിൽ പറഞ്ഞിട്ടുള്ളത് എന്നതുകൊണ്ടാണ് ഞങ്ങൾ ആ ഭാഗം ഉദ്ധരിക്കാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളോട് എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ അഭിപ്രായം നമുക്കാദ്യം ഒന്ന് കേൾക്കാം. അപ്പോൾ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നാം എന്താണ് ചെയ്യേണ്ടത്? ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അത് അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണ് മടക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും തന്നെ തൻ്റെ 23 വർഷക്കാലഘട്ടത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതിൽ ഒരു വാചകം പോലും മഹാന്മാരുടെ ഖബറിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ടുള്ള ദുആ, അതിന് കൂടുതൽ ബറക്കത്തുണ്ടെന്നോ കൂടുതൽ ഉത്തരം കിട്ടുമെന്നോ, അമ്പിയാക്കളുടെ ഖബറിൻ്റെ അടുക്കൽ വെച്ചുള്ള ദുആക്ക് കൂടുതൽ ഉത്തരം കിട്ടുമെന്നോ അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബികൾ മനസ്സിലാക്കി തന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞാലും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇവരൊക്കെ പറഞ്ഞതുപോലെ അവരുടെ കിതാബുകളിൽ ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായത് കണ്ടാൽ അവരുടെ വാക്കുകൾ തള്ളണം, ഖുർആനിലും ഹദീസിലുമുള്ളത് സ്വീകരിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ആ വിഷയത്തിൽ തെളിവില്ലാത്ത കാലത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകാര്യമല്ല. ഷാഫിഈ മദ്ഹബുകാരായ ആളുകൾ തന്നെ അത്തരത്തിൽ പറഞ്ഞതിനെ വിമർശിച്ചതും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാണ് ഞാനിവിടെ ഉദ്ധരിച്ചതിൽ നിന്ന് വ്യക്തമാകുന്നത്.
അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഏതു പണ്ഡിതൻ, അത് മദ്ഹബിൻ്റെ പണ്ഡിതന്മാരാകട്ടെ മറ്റു ഉയർന്ന പണ്ഡിതരാകട്ടെ, അവരുടെ അഭിപ്രായങ്ങൾ ഇസ്ലാമിക പ്രമാണമായ ഖുർആനിനും പ്രവാചകൻ്റെ തിരുചര്യക്കും യോജിക്കുന്നുവെങ്കിൽ സ്വീകരിക്കാവുന്നതും അല്ലെങ്കിൽ അത് സ്വീകാര്യമല്ല എന്ന നിലക്ക് ഒഴിവാക്കുകയും ചെയ്യണം എന്ന ആശയമാണ് അദ്ദേഹം പറയുന്നത്. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ഷേഖ് സാലിഹ് ഫൗസാൻ ഷിർക്കാണ് എന്ന അഭിപ്രായം പറഞ്ഞിട്ടുള്ള പരാമർശത്തെ തെറ്റാണ് എന്ന് പറയുന്നില്ല. അദ്ദേഹം എഴുതിയിട്ടുള്ള ഭാഗം അഖീദത്തുൽ തൗഹീദിൽ ഇല്ല എന്ന് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാദം പിൻവലിക്കുകയും പുതിയ ഒരു വാദം സമർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നില്ല. മറിച്ച് സാലിഹ് ഫൗസാൻ തന്നെ രോഗമുണ്ടാക്കുന്നത് ജിന്നാണ് എന്ന് പരാമർശിക്കുന്ന ചില ഉദ്ധരണികൾ അദ്ദേഹം വായിക്കുകയാണ് ചെയ്യുന്നത്. അതിലേറെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം ആ ഉദ്ധരണി വായിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഷേഖ് സാലിഹ് ഫൗസാൻ്റെ ഈ അഭിപ്രായമാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യമാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിനോടും പ്രവാചകൻ്റെ തിരുചര്യയോടും ഏറ്റവും യോജിപ്പുള്ള കാര്യം അദ്ദേഹം അഖീദത്തുൽ തൗഹീദിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ന് നിഷ്പക്ഷ ബുദ്ധിയ കാര്യം മനസ്സിലാക്കുന്ന ആർക്കും ഗ്രഹിക്കാൻ കഴിയും. അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുണ്ടാക്കിയ ഒരു വിഷയം, വിസ്ഡം വിഭാഗത്തിലെ ചില പണ്ഡിതന്മാരായ ആളുകളും പ്രവർത്തകരുമൊക്കെ ആദ്യകാലത്ത് ജിന്നിലേക്ക് ചേർത്തു പറഞ്ഞിട്ടുള്ള ചില അഭിപ്രായങ്ങൾ, അത് അന്ന് പറഞ്ഞൊരു അഭിപ്രായമാണ്, അവർ യഥാർത്ഥത്തിൽ വിസ്ഡം വിഭാഗത്തിൻ്റെ കൂടെയൊന്നും ഇപ്പോൾ അത്ര ശക്തമായി ഇല്ല എന്ന രീതിയിൽ ചില അഭിപ്രായങ്ങളെ ഒളിച്ചു വയ്ക്കാനുള്ളൊരു ശ്രമം നടത്താറുണ്ട്. പ്രത്യേകിച്ച് ജിന്ന് രോഗമുണ്ടാക്കും എന്ന അഭിപ്രായം, സ്ത്രീകളുടെ ഗർഭം അലസിപ്പിക്കും, സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും, മാനസിക രോഗമുണ്ടാക്കും, കല്യാണം മുടക്കും, ഇങ്ങനെയുള്ള പല അഭിപ്രായങ്ങളും മുമ്പ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വേദികളിലും മറ്റും സംസാരിച്ചിരുന്നു വിസ്ഡം പണ്ഡിതന്മാർ. അതൊരു അപമാനമായതുകൊണ്ടാണോ അതോ എന്തോന്നറിയില്ല, അതങ്ങനെയൊന്നും ഇല്ല എന്ന രീതിയിലുള്ള സംസാരമാണ് ഉണ്ടാകുന്നത്. ബഹുമാന്യനായ സിറാജ് ബാലുശ്ശേരിയോട് ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, ഒന്ന് രണ്ട് കാര്യത്തിനും കൂടി ഉദ്ധരണികൾ നിങ്ങൾ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായി കഴിഞ്ഞു. ഇനി അതിൽ തെങ്ങിൽ നിന്ന് തേങ്ങയിടും എന്നതിനുള്ളൊരു തെളിവ് കിട്ടണം. അതേപോലെ തന്നെ മേശയുടെ വലിപ്പ് തുറന്നടക്കുന്ന സമയത്ത് ജിന്ന് കൂടും എന്ന് പറയുന്ന, ജിന്നിനെ ഉപദ്രവിക്കുന്ന അവസ്ഥയുണ്ടാകും എന്ന് പറയുന്നതിന് തെളിവ് കിട്ടണം. അതേപോലെ തന്നെ വാഹനത്തിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്തുന്നത് ജിന്നാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യത്തിനു കൂടി നിങ്ങൾ ഉദ്ധരണികൾ വായിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മുമ്പ് വിസ്ഡം വിഭാഗത്തിലെ പണ്ഡിതന്മാരായ ആളുകൾ പറഞ്ഞ അതേ അഭിപ്രായങ്ങൾ മറച്ചു വയ്ക്കാൻ ആരൊക്കെ ശ്രമിക്കുന്നുണ്ടോ അത് ശരിയല്ല എന്ന് വിസ്ഡം വിഭാഗത്തിലെ ബഹുമാന്യ പണ്ഡിതനായിട്ടുള്ള സിറാജ് ബാലുശ്ശേരിയുടെ അഭിപ്രായത്തിലൂടെ സ്ഥിരപ്പെടുകയും സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വരും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അൽഹംദുലില്ലാ എന്നത്. മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വളരെ സങ്കടത്തോടു കൂടി നിങ്ങളോട് അഭിപ്രായപ്പെടാനുള്ളത്, നിങ്ങൾക്കൊരു തൗഫീഖ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നതാണ്. പണ്ഡിത വചനങ്ങൾ വായിക്കുന്ന സമയത്ത് അത് ശരിയായി മനസ്സിലാക്കുന്നിടത്ത് സംഭവിച്ചു പോകുന്ന തൗഫീഖില്ലായ്മയെക്കുറിച്ചൊന്നും അല്ല ഈ പറയണത്. ദുനിയാവും പരലോകവും നഷ്ടപ്പെടുകയും പരലോകത്ത് നരകം നിർബന്ധമാവുകയും ചെയ്യുന്ന തൗഹീദും ഷിർക്കും വേർതിരിച്ച് മനസ്സിലാക്കുന്നിടത്ത് ഒരു തൗഫീഖ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനം ഒരു നൂറ്റാണ്ടുകാലം പ്രചരിപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിൽ നിന്ന് വിരുദ്ധമായി പൂർവസൂരികളായ പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ അഭിപ്രായത്തിന് അവലംബിച്ചിട്ടുള്ള
ഖുർആനിൻ്റെയും പ്രവാചകചര്യയുടെയും അഥവാ നസ്സിൽ നിന്ന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ, ശിർക്കായ കാര്യങ്ങൾ തൗഹീദായി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായും തൗഹീദ് മനസ്സിലാക്കുന്നിടത്ത് ഒരു തൗഫീഖ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബഹുമാന്യനായ ജാബിർ റഹ്മാനി സൂചിപ്പിച്ചതുപോലെ വിസ്ഡം ടീം മറച്ചു വെക്കാൻ ശ്രമിച്ചിരുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളും പുറത്തെടുത്ത് അത് ഞങ്ങളുടെ വിശ്വാസം തന്നെയാണ് എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഞങ്ങൾ അൽഹംദുലില്ലാ. കാരണം നിങ്ങളുടെ അന്ധവിശ്വാസങ്ങൾ നിങ്ങൾക്കിപ്പോഴും ഉണ്ട് എന്ന് നിങ്ങൾ കൃത്യമായി പ്രഖ്യാപിച്ചുവല്ലോ. ഇനി അതിന് പ്രമാണത്തിൻ്റെ വല്ല പിൻബലവും ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി. സിറാജ് ബാലുശ്ശേരി പ്രാമാണികമായ ഒരു വിശകലനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൽ പ്രാമാണികമായ വിശകലനം എന്ന് പറഞ്ഞിടത്ത് പ്രമാണങ്ങളൊന്നും ഉദ്ധരിച്ചിട്ടില്ല. വെള്ളിക്കോല് എന്ന് പറയുന്നത് പോലെ വെള്ളില്ല, ആ രീതിയിലാണ് പ്രാമാണികമായ വിശകലനം എന്ന് പറയുന്നത്. അദ്ദേഹം തുടങ്ങുന്നത് തന്നെ അലിമദനി ശത്രുവിന് ആയുധം നൽകി ഇങ്ങോട്ട് മുറിവേൽപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ് എന്നാണ് പറഞ്ഞത്. അതൊരിക്കലും ബുദ്ധിയല്ല എന്നാണ്. ഞങ്ങൾ ആയുധം നൽകിയിട്ടില്ല ശത്രുവിന്. ശത്രുവിൻ്റെ അടുക്കലുള്ള ആയുധം ഞങ്ങൾ പിടിച്ചെടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് വച്ചാൽ ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ എടുത്തു പറഞ്ഞാണ് നിങ്ങൾ എന്ത് ചെയ്യാറുള്ളത്? അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും ജനങ്ങളെ ക്ഷണിക്കാറുള്ളത്. സലഫികൾ എന്ന് പറയുന്ന ആളുകളുടെ ഈ അഭിപ്രായങ്ങൾ എടുത്തിട്ട് അവിടെയാണ് നമ്മൾ പ്രമുഖ സലഫി പണ്ഡിതനായ ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ്റെ ഗ്രന്ഥം അഖീദത്തു തൗഹീദ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഉദ്ധരണി നമ്മൾ ഷിർക്കിനെ കുറിച്ച് എടുത്തു പറഞ്ഞത്. ആ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ് വായിച്ചത്. അതിനി ഞങ്ങൾ ആവർത്തിച്ച് വായിക്കുന്നില്ല. അപ്പം നിങ്ങൾ ആ ഉദ്ധരണി തെറ്റാണോ തെറ്റല്ലേ എന്ന് കൃത്യമായി പറയണം. അത് പറയുന്നതിനു പകരം ഇതിന് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായവും ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ സമർത്ഥിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതല്ല വേണ്ടത്. ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ പറഞ്ഞത് ജിന്ന് രോഗമുണ്ടാക്കുമെന്ന വിശ്വാസം അത് ഷിർക്കാണ് എന്നാണ് പറഞ്ഞത്. മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കാണ് എന്നാണ് പറഞ്ഞത്. അതല്ല നിങ്ങളുടെ അഭിപ്രായ പ്രകാരം നിങ്ങൾ പലപ്പോഴും പറയുന്നത് പോലെ ഒരു അഭിപ്രായം പറഞ്ഞു, അതിൽ പിന്നെ അബദ്ധം വരുമ്പം വീണ്ടും മറ്റൊരു അഭിപ്രായം നേരത്തെ പറഞ്ഞതിൻ്റെ അഭിപ്രായം ഇല്ലായിരുന്നു എന്ന് പറയുന്ന ഒരു പതിവ് ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ തുറന്ന് പറയണം. ഇതിൽ നിങ്ങൾ വായിച്ച അഭിപ്രായമാണോ ജനങ്ങൾ സ്വീകരിക്കേണ്ടത്, അതല്ല അഖീദത്തു തൗഹീദിൽ പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണോ സ്വീകരിക്കേണ്ടത്? ഞങ്ങൾ ഈ മേഖലയിൽ ഈ വിഷയത്തിൽ ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ അഖീദത്തു തൗഹീദിൽ പറഞ്ഞ അഭിപ്രായമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആനിനും തിരുചര്യക്കും യോജിക്കുന്നത് അതാണ് എന്നതുകൊണ്ട്. ഇനി നോക്ക്, നമ്മൾ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കുക. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഷെയ്ത്താനാണ് രോഗമുണ്ടാക്കിയത് എന്നു നിങ്ങൾ പറഞ്ഞു. നമ്മൾ കൃത്യമായി സൂചിപ്പിച്ചിരുന്നു അത് പ്രവാചകന്മാരുടെ ഒരു മര്യാദ അനുസരിച്ച്, അവരുടെ അദബനുസരിച്ച് അവർക്ക് ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെ ഷെയ്ത്താനിലേക്ക് ചേർത്തി പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് പറഞ്ഞത് എന്ന്. നിങ്ങൾ അവിടെ പറഞ്ഞത് അത് നസ്സ് അല്ല, അത് നിഗമനം പറഞ്ഞതാണ് എന്നാണ്. അമാനി മൗലവിയും ചെറിയ മുണ്ടവും ഒക്കെ അത് അവരുടെ നിഗമനമാണ് പറഞ്ഞത് എന്നാ പറഞ്ഞത്. അല്ല, അത് നിഗമനമല്ല, മറിച്ച് അവർ നസ്സ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ആ കാര്യം പറഞ്ഞിട്ട് അവർ സൂറത്തു അംബിയായിലെ 83-ാമത്തെ വചനം എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അന്നീ മസ്സനിയ ഷെയ്ത്താനു ബി നുസ്ബിം വ അദാബ് എന്ന് സൂറത്തു സ്വാദിലെ 41-ാമത്തെ വചനത്തിൽ പറഞ്ഞതിനെക്കുറിച്ച് സൂറത്തു അംബിയായിലെ 83-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് അന്നീ മസ്സനിയല്ലുറു വ അൻത അർഹമുർ റഹീമീൻ എന്ന. അപ്പം നെസ് കൊണ്ടാണ് വിശദീകരിച്ചത്. അന്നീ മസ്സനിയ ഷെയ്ത്താനു ബി നുസ്ബിൻ വ അദാബ് എന്നതിനെ സൂറത്തു അംബിയായിൽ വന്ന ആയത്തുകൊണ്ട് തന്നെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. അന്നീ മസ്സനിയല്ലുർ, എനിക്ക് പ്രയാസം നേരിട്ടിട്ടുണ്ട്. ജീവിതത്തിൽ അദ്ദേഹത്തെ ബാധിച്ച രോഗവും അതുപോലെ തന്നെ ധനനഷ്ടവും
കുടുംബനഷ്ടവും ഒക്കെ ആ പ്രയാസങ്ങളെല്ലാം എനിക്ക് ബാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞത് വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നസ്സാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. അപ്പോൾ അവിടെ ഷെയ്ത്താൻ രോഗമുണ്ടാക്കി എന്നല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. 41-ാം വചനത്തിൽ സൂറത്തു സ്വാദിൽ പറഞ്ഞതിനെ സൂറത്തു അംബിയായിലെ 83-ാമത്തെ വചനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്തു സ്വാദ് ഇറങ്ങി എത്രയോ കഴിഞ്ഞതിന് ശേഷമാണ് സൂറത്തു അംബിയാന്റെ അവതരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും സൂറത്തു സ്വാദിൽ പറഞ്ഞതിനെ സൂറത്തുൽ അംബിയായിൽ വിശദീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നസ്സു സ്വീകരിക്കണം എന്നു തന്നെയാണ് ഞങ്ങൾക്ക് വീണ്ടും ആവർത്തിക്കാനുള്ളത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഷെയ്ത്താൻ രോഗമുണ്ടാക്കും എന്നതിന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള തെളിവെന്താണ്? 2 റിപ്പോർട്ടുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഫനാവു ഉമ്മത്തി ബി തഅനി വത്താഊൻ എന്ന് പറയുന്ന 2 റിപ്പോർട്ടുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. രണ്ടും അബൂ മൂസ അഷ്അരിയിൽ നിന്ന് ആണ് എന്ന രീതിയിലാണ് നിങ്ങൾ വായിച്ചിട്ടുള്ളത്. പക്ഷെ അബൂ മൂസ അഷ്അരിയുടെ ആ പേര് പറയുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വായിച്ച ഒരു റിപ്പോർട്ടിൽ, മുസ്നദ് അഹമ്മദ് ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ ഹദ്ദസനി റജുലും മിൻ ഖൗമി എന്നൊരു പ്രയോഗമുണ്ട്. ഹദ്ദസനി റജുലും മിൻ ഖൗമി, എൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരു റജുലിനോട് പറഞ്ഞു എന്ന്. ഏതാണ് ഈ റജുല്? ഈ റജുലിനെ വിശദീകരിച്ചാലല്ലേ കൃത്യമായിട്ട് ആ ഹദീസ് സ്വീകാര്യയോഗ്യമാവുകയുള്ളൂ. മാത്രവുമല്ല, ആ റിപ്പോർട്ട് മറ്റൊരു റിപ്പോർട്ട് നിങ്ങൾ വായിച്ചതിൽ അതിൽ വന്നിട്ടുള്ള അബൂ ബൽജ് യഹ്യ ബിനു സലീം എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടാണ്. അബൂ ബൽജ് യഹ്യ ബിനു സലീം എന്ന് പറയുന്ന ആ റിപ്പോർട്ടറെ കുറിച്ച് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഫീഹി നളുറുന്ന. അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ആ റിപ്പോർട്ടുകളെ കുറിച്ചൊന്ന് ആലോചിക്കണം. ഇബ്നു ഹിബ്ബാൻ അയാളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് യുഹ്തിഊന, ഈ റിപ്പോർട്ടിലൊക്കെ തെറ്റുവരുത്തുന്ന ആളാണ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു മഈൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ലഈഫ് എന്നാണ്. ആ സനദിൽ വന്നിട്ടുള്ള അബൂ ബൽജി യഹ്യ ബിനു സലീമിനെ കുറിച്ച്, അതുപോലെ തന്നെ ഇമാം അഹ്മദ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മുൻകറായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നവൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു ഹജർ അദ്ദേഹത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത് സദൂഖുൻ റുബ്ബമ അഖ്താഅ എന്നാണ്. മിക്കപ്പോഴും അയാൾ എന്ത് ചെയ്യാറുണ്ട്, തെറ്റ് വരുത്താറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ജൗസിജാനി പറഞ്ഞിട്ടുള്ളത്, ജൗസിജാനി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വൈറുസിക്കാന്ന, അയാൾ വിശ്വാസയോഗ്യനല്ല എന്ന്. അപ്പോൾ വിശ്വാസയോഗ്യനല്ലാത്ത തെറ്റുകൾ വരുത്തുന്ന ലഈഫായ മുൻകറായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആൾ ആ റിപ്പോർട്ടിലുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ ആരാളുള്ളത്? ഹദ്ദസനി റജുലും മിൻ ഖൗമി. ആരാണ് ഈ റിപ്പോർട്ടർമാർ? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ ഹദീസ് സ്വീകാര്യയോഗ്യമല്ല എന്ന് പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണോ നിങ്ങളുടെ അടുക്കലുള്ള പ്രമാണം? അപ്പോൾ പ്രാമാണികമായി എന്ന് പറയുന്നിടത്ത് നിങ്ങൾ പ്രമാണമല്ല ഉദ്ധരിച്ചത്, സ്വീകാര്യയോഗ്യമല്ലാത്തൊരു റിപ്പോർട്ടാണ് നിങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇനി ആലോചിച്ച് നോക്ക്, ഈ താവൂനുമായി പ്ലാഗ് രോഗവുമായി ബന്ധപ്പെടുത്തി നമ്മൾക്ക് സ്വീകരിക്കാവുന്ന റിപ്പോർട്ടുകളിൽ പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഏതാ? അത് ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണല്ലോ. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത്താഊനു റിജ്സുൻ അർസല അലാ ത്വായിഫത്തിൻ മിൻ ബനി ഇസ്രായീൽ വഅലാ മൻ കാന ഖബ്ലക്കും ഫഇദാ സമിഅ്തും ബിഹി ബിഅർളിൻ ഫലാ തുഖദ്ദിമു അലൈഹി വഇദാ വഖഅ ബിഅർളിൻ വഅൻതും ഫീഹാ ഫലാ തഖ്റുജു ഫിറാറൻ മിൻഹു. ആലോചിച്ചോക്ക്, റസൂലുള്ള പറയാ, ഉസാമത്ത് ബിൻ സെയ്ദിൽ നിന്ന് റിപ്പോർട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അത്വാഊനു റിജ്സുൻ അർസല അലാ ത്വായിഫത്തിൻ മിൻ ബനി ഇസ്രായീൽ, ഒരു വിഭാഗം ഇസ്രായേലിയരിലേക്ക് പടച്ചവൻ അയച്ച ഒരു ശിക്ഷയായിരുന്നു അതാണ്. അല്ലെങ്കിൽ വഅലാമൻ ഖാന ഖബുലക്കും, നിങ്ങളുടെ മുൻഗാമികളിലേക്ക്. എന്നിട്ട് പറയാ ഫൈദാ സമിഅ്തും ബിഹി ബിഅർളിൻ, ആ താവൂൻ, ആ പ്ലാഗ് രോഗം ഒരു നാട്ടിലുണ്ട് എന്ന് നിങ്ങൾ കേട്ടാൽ ഫലാ തുഖദ്ദിമു അലൈഹി, ആ നാട്ടിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. വൈദാ വഖഅ ബിഅർളിൻ, ഇനി ഒരു നാട്ടിൽ അത് സംഭവിച്ചു,
വ അൻതും ഫിഹ, നിങ്ങൾ ആ നാട്ടിലുണ്ടെങ്കിൽ ഫലാ തഖ്റുജൂ ഫിറാറൻ മിൻഹു, അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് മറ്റേ നാട്ടിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല. ആധുനിക കാലഘട്ടത്തിലെ ക്വാറന്റീൻ അല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അന്ന് പറഞ്ഞതാ. ആലോചിച്ച് നോക്ക്, അല്പം ബുദ്ധിയൊക്കെ വേണ്ടേ? ബുദ്ധി ഉപയോഗിക്കണമല്ലോ. കാരണം ബുദ്ധി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അപകടമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബി സഈർ, ഞങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അല്പം ഒന്ന് ആലോചിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ നരകത്തിൽ എത്തുമായിരുന്നില്ല എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അവിടെ എന്താ, ഇത് ജിന്നുകളാണ് ഈ രോഗം പരത്തുന്നത് എങ്കിൽ ഈ ഹദീസിൽ ജിന്നുമായി ഒരു പരാമർശവും ഇല്ല. ഇത് ജിന്നുകളാണ് പരത്തുന്നത് എങ്കിൽ ഈ രോഗം ബാധിച്ച നാട്ടിൽ നിന്ന് പുറത്തു പോവാതിരുന്നിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ലല്ലോ. കാരണം ജിന്ന് അവിടുന്ന് പുറത്തു പോകുമല്ലോ. അവൻ രോഗം പരത്താൻ ഉദ്ദേശിച്ചവർക്കൊക്കെ എന്ത് ചെയ്യും, രോഗം പരത്തും. പിന്നെ വാക്സിനേഷൻ കൊണ്ടൊന്നും ഇതിനെന്ത് ചെയ്യാൻ പറ്റൂല, തടയാനും പറ്റൂല. ജിന്നാണ്. ജിന്നിനെതിരെ എങ്ങനെ വാക്സിൻ ഉപയോഗിക്കുക? അപ്പോൾ ഇവർ പറയും ബുദ്ധി ഉപയോഗിക്കുന്ന. അല്പം ബുദ്ധി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള അബദ്ധങ്ങളിൽ വരും. അതേ രീതിയിൽ തന്നെ മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഇന്നഹു റിജിസുൻ ഔ റിജിസുൻ ഉദ്ദിബത്ത് ബിഹി ഉമ്മത്തും മിനൽ ഉമം മിൻഹു ബഖായ എന്നുകൂടി പ്രയോഗം കാണാം. അതിൻ്റെ അവശേഷിപ്പ്, ആ രോഗങ്ങളുടെയൊക്കെ രോഗാണുക്കൾ വീണ്ടും ഉണ്ടാവാം. ഫൈദാ സമീഅ്തും ബിഹി ബിഅർളിൻ ഫലാ തദ്ഖുലു അലൈഹി വൈദാ വഖാ ബിഅർളിൻ വഅൻതും ഫീ ഫലാ തഫിറു മിൻഹു എന്ന റിപ്പോർട്ട്. ഇതാണ് പ്ലേഗ് രോഗവുമായി ബന്ധപ്പെട്ട് സ്വീകാര്യയോഗ്യമായിട്ടുള്ള റിപ്പോർട്ട്. അതിലൊരു ജിന്നുമില്ല. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടത്. ഇനി ഈ ജിന്ന് എന്ന് കേൾക്കുന്നിടത്ത് മുഴുവൻ സാക്ഷാൽ അല്ലാഹ് ചൂടേറിയ അഗ്നിയിൽ നിന്ന് സൃഷ്ടിച്ച ആ ജിന്നുവർഗം തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നതും അബദ്ധമാണ്. ഭാഷാപരമായി ആ യഥാർത്ഥ ജിന്നുവർഗത്തിനല്ലാതെ തന്നെ പരിശുദ്ധ ഖുർആനിലും തിരുചര്യയിലും ഭാഷയിലും ജിന്നി എന്ന പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് സൂറത്തു ഖസസിലെ 31-ാമത്തെ വചനം, അതുപോലെ തന്നെ സൂറത്തു നംലിലെ വചനം, ഇത് പരിശോധിച്ച് നോക്കിയാൽ അവിടെ ജിന്ന് എന്ന പദപ്രയോഗം പാമ്പിന് ഉപയോഗിച്ചതായിട്ട് കാണാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വടിയിട്ടു തഹ്തസുക അന്നഹ ജാനുൻ എന്ന പ്രയോഗം. സൂറത്തു ബക്കറയിലെ 14-ാമത്തെ വചനം, അത് ഷെയ്ത്താൻ എന്ന പ്രയോഗം അവിടെ നടത്തിയിട്ടുണ്ട്. വൈദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്ന വൈദാ ഖലൗ ഇലാ ശയാത്തീനിഹിം എന്ന പ്രയോഗം അത് നാട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ജനങ്ങളെ അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും ഷിർക്കിലേക്കും കുഫറിലേക്കും ഒക്കെ നയിക്കുന്ന ആളുകൾക്കാണ് അവിടെ ഷെയ്ത്താൻ എന്ന പ്രയോഗം നടത്തിയിട്ടുള്ളത്. ഇത് ഭാഷാപ്രയോഗമാണ്. മാത്രവുമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ KM മൗലവി മുതൽ അങ്ങോട്ട് താഴോട്ടുള്ള എല്ലാവരും ഈ കാര്യം അംഗീകരിച്ച് രേഖപ്പെടുത്തിയതായി അൽമനാറിലും പാഠപുസ്തകങ്ങളിലും മറ്റുള്ള പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ഇത് രേഖപ്പെടുത്തിയതായിട്ടും കാണാം. അപ്പം ജിന്ന് എന്ന് കാണുമ്പോഴേക്കും അത് സാക്ഷാൽ ജിന്നുവർഗത്തിൽപ്പെട്ട ജിന്നാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നിടത്താണ് കുഴപ്പം. അതെ, ഇപ്പം ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പൂർവ്വ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള അഭിപ്രായം വളരെ വ്യക്തമാണ്. KM മൗലവി, മുഹമ്മദ് അമാനി മൗലവി, മൂസാ വാണിമേല്, അബ്ദുൽ ഹക്ക് സുല്ലമി ആമയ്യൂർ തുടങ്ങിയ പണ്ഡിതന്മാരുടെ രേഖകളിൽ, അതേപോലെ പാഠപുസ്തകങ്ങളിൽ ഒക്കെ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, രോഗമുണ്ടാക്കുന്ന പിശാചിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നിടത്ത് പിശാചാണോ രോഗമുണ്ടാക്കാൻ വേണ്ടി വരുന്നത്, അതല്ല, വൃത്തികേടുകൾ, മ്ലേച്ഛതകൾ ഇവയാണോ രോഗത്തിന് അടിസ്ഥാനമായി കാരണമാകുന്നത് എന്ന കാര്യം കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ ഒരിക്കലും പിശാചാണ് രോഗമുണ്ടാക്കുന്നത് എന്ന ഒരു പരാമർശം അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയില്ല. എന്നു മാത്രമല്ല, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കൃത്യമായ ഈ ആദർശം തന്നെയാണ് യഥാർത്ഥത്തിൽ വിസ്ഡം വിഭാഗം പുറത്തിറക്കിയിട്ടുള്ള പുസ്തകത്തിലും വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഷെയ്ഖ് സാലിഹ് ഫൗസാനിൻ്റെ പുസ്തകത്തിലുള്ള അഖീദത്തു തൗഹീദിൽ പരാമർശിച്ചിട്ടുള്ള ഭാഗം വളരെ കൃത്യമായി ഇത് ഷിർക്കാണ് എന്ന കാര്യം തെളിവ് സമർത്ഥിച്ചുകൊണ്ട് വിശകലനം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ഫാക്ട് സൂമിങ്ങിൻ്റെ സംസാരത്തിൽ നമ്മളത് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ എന്നറിയില്ല, നിങ്ങളുടെ വാദം എന്ന് പറഞ്ഞിട്ടാണ്
സിറാജ് ബാലുശ്ശേരി ഈ വിഷയങ്ങളൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ ബഹുമാന്യ പണ്ഡിതനായ ഹുസൈൻ സലഫി പ്രകാശനം ചെയ്തിട്ടുള്ള ജിന്ന്, പിശാജ്, റുഖിയ ശർഇയ്യ പ്രാമാണിക വിശകലനം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഷേഖ് സാലിഹ് ഫൗസാൻ്റെ ഈ ഉദ്ധരണി കൃത്യമായി എടുത്തു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബഹുമാന്യ പണ്ഡിതനായ സഅഫർ സാദിഖ് മദീനിയുടെ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളൊരു പുസ്തകമാണ് രക്ഷയുടെ കപ്പൽ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചോദിച്ചത് അതാണ്, പ്രമാണത്തോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളുടെയും പ്രവാചകചര്യയുടെ പരാമർശങ്ങളുടെയും അഥവാ നസ്സിനോട് യോജിക്കുന്ന കൃത്യമായ പരാമർശം ഷേഖ് സാലിഹ് ഫൗസാൻ നടത്തിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഷിർക്കുൻ അക്ബർ, പച്ചയായ കൃത്യമായ ഷിർക്കാണ് ഇത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഷേഖ് സാലിഹ് ഫൗസാന് വേറൊരു അഭിപ്രായവും ഉണ്ട്, പിശാജാണ് രോഗമുണ്ടാക്കുന്നത് എന്ന അഭിപ്രായമാണ് ഷേഖ് സാലിഹ് ഫൗസാൻ ഉള്ളത് എന്നതാണ് സിറാജ് ബാലുശ്ശേരി കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ഹുസൈൻ സലഫിയെ നിങ്ങൾ തിരുത്തണം, അദ്ദേഹം പ്രകാശനം ചെയ്ത പുസ്തകത്തിൽ പരാമർശിച്ച ഭാഗം ശരിയല്ല എന്ന് നിങ്ങൾ പറയും. അതല്ലെങ്കിൽ ഹുസൈൻ സലഫി പ്രകാശനം ചെയ്തിട്ടുള്ള പ്രസ്തുത പുസ്തകത്തിൽ ഷേഖ് സാലിഹ് ഫൗസാൻ്റെ അഭിപ്രായത്തിന് വിരുദ്ധമായി അദ്ദേഹം തന്നെ വേറെയും അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് ആദ്യത്തെ അഭിപ്രായം പരിഗണിക്കേണ്ടതില്ല, പിശാജാണ് രോഗമുണ്ടാക്കുക എന്ന അഭിപ്രായമാണ് പരിഗണിക്കേണ്ടത് എന്ന് പറഞ്ഞ് ശുദ്ധിപത്രം കൊടുക്കും. മൂന്നാമത്തത് സഅഫർ സാദിഖ് മദീനിയുടെ രക്ഷയുടെ കപ്പൽ എന്ന് പറയുന്ന പുസ്തകത്തിലും ഈ പരാമർശമുണ്ട്, അവിടെയും തിരുത്തി. നമ്മൾ ചോദിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ, ഈ പരാമർശത്തെക്കുറിച്ച് സിറാജ് ബാലുശ്ശേരിയുടെ അഭിപ്രായം എന്താണ്? ഷേഖ് സാലിഹ് ഫൗസാൻ ഖുർആനിന് വിരുദ്ധമായി പറഞ്ഞോ? ഷേഖ് സാലിഹ് ഫൗസാൻ പ്രവാചകൻ്റെ തിരുചര്യയ്ക്ക് വിരുദ്ധമായി പറഞ്ഞോ? അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിൻ്റെ ആദർശമാണോ? അതല്ല, ഷേഖ് സാലിഹ് ഫൗസാൻ ആദ്യം പറഞ്ഞിട്ടുള്ള അഭിപ്രായം തിരുത്തി വേറെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നാണോ സിറാജ് ബാലുശ്ശേരി പറയുന്നത്? സാധാരണയായി ജദീദായ ഖൗല്, ഖദീമായ ഖൗല് എന്ന് പറയുന്നത് പോലെ എന്തായിരുന്നാലും ശരി, ഷേഖ് സാലിഹ് ഫൗസാൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഗ്രന്ഥത്തിൽ ഈ വിഷയം കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണത്തോടൊപ്പമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനമുള്ളത്, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശമുള്ളത്. മർക്കസുദ്ദഅവയും ഷേഖ് സാലിഹ് ഫൗസാനിൻ്റെ ഈ അഭിപ്രായത്തോടാണ് 100% യോജിക്കുന്നത്. ഇനി പ്രാമാണികമായ വിശകലനമാണ് നടത്തേണ്ടത്. അവിടെ പരിശുദ്ധ ഖുർആൻ ഉണ്ടാവണം, തിരുചര്യ ഉണ്ടാവണം. ഇനി ഈ ജിന്നുവർഗത്തെക്കുറിച്ച് ഖുർആൻ എന്താണ് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്? അത് രോഗമുണ്ടാക്കുമെന്ന് എവിടെയെങ്കിലും പരിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സഹിയായ സുന്നത്തിലോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി ജിന്നുവർഗം എന്താണ് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തു ഹിജ്റിലെ 27-ാമത്തെ വചനം പരിശോധിച്ചാൽ വൽ ജാന്ന ഖലഖ്നാഹു മിൻ ഖബ്ലു മിൻ നാരി സമൂം, ചൂടേറിയ അഗ്നിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് നാം സൃഷ്ടിച്ച ഒരു വർഗമാണ് ജിന്ന് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ ജിന്നു വർഗത്തിൽപ്പെട്ടവനാണ് ഇബ്ലീസ്, ഷെയ്ത്താൻ, കാന മിനൽ ജിന്നി. സൂറത്തു കൗഫിലെ 18-ാം വചനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ജിന്നു വർഗത്തിൽ 2 ടീമുണ്ട്, മുസ്ലിങ്ങളുണ്ട്, മുസ്ലിങ്ങളല്ലാത്തവരുണ്ട്. വഅന്നാ മിന്നൽ മുസ്ലിമൂൻ വ മിന്നൽ ഖാസിത്തൂൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ജിന്നിലെ 14-ാമത്തെ വചനം പരിശോധിച്ചാൽ കാണാം. ഇനി ഈ ജിന്നു വർഗത്തിൽപ്പെട്ട ഷെയ്ത്താൻ മനുഷ്യന്റെ ശത്രുവാണ്. ഇന്ന ഷെയ്ത്താന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. സൂറത്തു യൂസുഫിൽ 5-ാമത്തെ വചനം. സൂറത്തു ഫാത്തിറിലെ 5-6 വചനങ്ങൾ എടുത്താൽ ഫത്തഹിദൂഹു അദുവ്വ ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം, അവൻ അവൻ്റെ ആളുകളെ ക്ഷണിക്കുന്നത് നരകാവകാശികളാവാനാണ് എന്ന് ഖുർആൻ പറഞ്ഞു. രോഗം ഉണ്ടാക്കുന്ന എന്ത് ചെയ്തിട്ടില്ല? ഖുർആൻ പറഞ്ഞു തന്നിട്ടില്ല. ശരി, ഈ ശത്രുത എങ്ങനെയാണ് അവൻ ഉപയോഗിക്കുക? അതും വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു അഅറാഫിലെ 27-ാമത്തെ വചനം മനുഷ്യ സമൂഹത്തെ വിളിച്ചിട്ടാണ് അല്ലാഹ് പറഞ്ഞത്, യാ ബനി ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. അല്ലയോ മനുഷ്യരെ, നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ അവൻ നിങ്ങളെ ഫിത്തനയിലാക്കാതിരിക്കട്ടെ. ഫിത്തന
കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ എന്ന്. അപ്പോൾ ഷെയ്ത്താൻ്റെ ഫിത്തന എങ്ങനെയാണ്? മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ. എങ്ങനെ? രോഗം ഉണ്ടാക്കിയിട്ടാണോ പുറത്താക്കിയത്? അല്ലെങ്കിൽ കൊണ്ടുപോയി പുറത്തിട്ടതാണോ? ശരീരത്തിൽ കയറി കൂടിയിട്ടാണോ? കോലം മാറി വന്നിട്ടാണോ? ഒന്നുമല്ല. ഖുർആൻ പറഞ്ഞു ഫവസ്വസ ലഹുമ ഷെയ്ത്താൻ. സൂറത്തു അഅറാഫിലെ 20-ാമത്തെ ആയത്ത്. ഫഅസല്ലഹുമ ഷെയ്ത്താൻ. ഷെയ്ത്താൻ അവരെന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? വഴികേടിലാക്കി, അല്ലെ? വഴികേടിലാക്കി. സൂറത്തു ബഖറയിലെ 36-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷെയ്ത്താൻ ഇത്തരത്തിൽ വഴികേടിലേക്ക്, തിന്മയിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുക എന്നതാണ് അവൻ്റെ ശത്രുത. ആ രീതിയിലുള്ള അവൻ്റെ സ്വാധീനം, അവൻ്റെ സുൽത്താൻ ആരിലായിരിക്കും ഉണ്ടാവുക? അത് അവനെ വലിയായി സ്വീകരിക്കുന്നവരിലേ ഉണ്ടാവുകയുള്ളൂ എന്ന് സൂറത്തു നഹലിലെ 99-100 വചനങ്ങളിൽ ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു, വിശ്വാസികളുടെ മേൽ അവന് യാതൊരു അധികാരവുമില്ല. അഥവാ ഈ രീതിയിൽ ആ വിശ്വാസി സമൂഹത്തെ വഴികേടിലാക്കാൻ, പടച്ചവനെതിരെ പ്രവർത്തിക്കാൻ അവന് ഒരിക്കലും എന്ത് ചെയ്യൂല, ആ രീതിയിലേക്ക് അവരെ കൊണ്ടുപോകാൻ സാധ്യമല്ല. കാരണം എന്താ? അവരെന്ത് ചെയ്യും? വഅലാ റബ്ബിഹിം യതവക്കലൂൻ, റബ്ബിൽ തവക്കുലാക്കുന്നവരാ. എന്നിട്ട് പറഞ്ഞു ഇന്നമാ സുൽത്താനുഹു, ഇന്നമാ സുൽത്താനു, തീർച്ചയായിട്ടും അവൻ്റെ സ്വാധീനം അലല്ലദീന യതവല്ലൗനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ, അവനെ രക്ഷാധികാരികളായി സ്വീകരിക്കുകയും അള്ളാഹുവിൽ അവനെ പങ്കു ചേർക്കുകയും ചെയ്യുന്നവരിലാണ് അവൻ്റെ സ്വാധീനം. രോഗം ഉണ്ടാക്കാനുള്ള സ്വാധീനമല്ല, പിന്നെ ഇങ്ങനെ വഴികേടിലേക്ക് നയിക്കാനുള്ള സ്വാധീനം. ഇനി അവരുടെ വാദത്തിന് വേണ്ടി രോഗം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്ന് അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ അത് ആരിലേ ഉണ്ടാകുള്ളൂ? മുശ്രിക്കീങ്ങളിലേ ഉണ്ടാകുള്ളൂ. മുഅ്മിനീങ്ങളിൽ അത് ഉണ്ടാവില്ല എന്നാണ് എന്ത് ചെയ്യുന്നത്? ഖുർആൻ പഠിപ്പിക്കുന്നത്. കാരണം അവൻ്റെ സുൽത്താൻ മുഴുവൻ അല്ലദീന യതവല്ലൂനഹു, അവനെ രക്ഷാധികാരികളായി സ്വീകരിച്ച്. അതെ, ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. സൂറത്തു ഹിജ്റിലെ 40-ാമത്തെ വചനത്തിൽ വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം ശരി, ഈ രീതിയിലൊക്കെ വസ്വാസ് ഉണ്ടാക്കും, ദുർബോധനം നടത്തും. വല ആമുറന്നഹും, അല്ലെ? ഞാൻ അവരോട് കൽപ്പിക്കും, ഞാൻ അവരെ മോഹിപ്പിക്കും, അല്ലേ? ഇതൊക്കെ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു അഅറാഫിലെ തന്നെ 15-ന് ശേഷമുള്ള വചനങ്ങളിൽ എടുത്തു നോക്കിയല്ല അഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം സുമ്മ ലആതിയന്നഹും മിൻ ബൈനി ഐദിഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം, മുന്നിലൂടെ, പിന്നിലൂടെ, വലതുഭാഗത്തിലൂടെ, ഇടതുഭാഗത്തിലൂടെ ഞാൻ അവരുടെ അടുക്കൽ ചെല്ലും, നിന്റെ നേർമാർഗത്തിൽ അവർക്ക് വേണ്ടി ഞാൻ ഇറപ്പുറപ്പിക്കും. എന്നിട്ട് എന്താ പറഞ്ഞത്? രോഗം ഉണ്ടാക്കുന്ന അല്ല. വലാ തജിദു അക്സറഹും ഷാക്കിരീൻ, നിനക്ക് ശുക്ർ ചെയ്ത് ജീവിക്കുന്നവരായി അവരിൽ ഭൂരിപക്ഷത്തെയും കണ്ടെത്താൻ നിനക്ക് സാധ്യമല്ല എന്ന. അപ്പം എങ്ങനെയാണ് ആ ശത്രുത എന്നത് നമ്മൾ വിശദീകരിച്ചു. പക്ഷേ ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തുണ്ട് മാർഗം? അപ്പം ശത്രുവിനെ നേരിടാനുള്ള പല മാർഗങ്ങളും ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തു അൻഫാലിൽ 60-ാമത്തെ വചനത്തിൽ ഒരുങ്ങിയിരിക്കണം, സൈന്യമൊക്കെ ഒരുക്കണം, വാഹനങ്ങൾ ഒരുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ രീതിയിൽ ഒരു ഒരുക്കത്തിനാണോ പറഞ്ഞത്? അല്ല എന്നത് ഉറപ്പാണ്. എന്തേ കാരണം? ഷെയ്ത്താൻ നമ്മെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ഗൈബിയാണ്. അതുകൊണ്ട് തന്നെ സൂറത്തുന്നാസ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ഷെയ്ത്താനിൽ നിന്ന് രക്ഷ തേടാനുള്ള ഏക മാർഗം അള്ളാഹുവിനോട് രക്ഷ തേടുക എന്നുള്ളതാണ്. ഇമ്മാ യൻസാഅന്നക ശൈത്വാനു നസ്ഉൻ ഫസ്തഇദ് ബില്ലാഹ്, സൂറത്തു അഅറാഫിലും അതോടൊപ്പം തന്നെ സൂറത്തു ഫുസ്സിലത്തിലും അള്ളാഹ് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം റബ്ബിനോട് രക്ഷ തേടുക എന്നതാണ്. എന്നാൽ രോഗമുണ്ടാക്കും ഷെയ്ത്താൻ എന്നത് അത് ഷിർക്കിൽ അധിഷ്ഠിതമായ വിശ്വാസമാണ് എന്ന് സ്വാലിഹ് ഫൗസാൻ പറഞ്ഞത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി നോക്ക് നിങ്ങൾ, രോഗമുണ്ടാക്കും എന്നതിന് അവർ തെളിവായി പറയുന്ന മറ്റൊരു വചനമുണ്ട്. സൂറത്തു ബഖറയിലെ 275-ാമത്തെ ആയത്ത്. അവിടെ പലിശയുമായി ബന്ധപ്പെട്ട് അത് ഭുജിച്ച്, അത് ഉപയോഗിച്ച് ജീവിക്കുന്ന അല്ലദീന യഅ്കുലൂന റിബ,
അവർ നാളെ പരലോകത്ത് യൗമുൽ ഖിയാമയിൽ വരുമ്പോൾ ലാ യഖൂമൂന ഇല്ലാ കമാ യതഹബ്ബതുഹു ശൈത്വാനു മിനൽ മസ്സി എന്ന പ്രയോഗം വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുണ്ട് സൂറത്തു ബക്കറയിലെ 275-ാമത്തെ ആയത്തിൽ. ഇതാണ് ശൈത്താൻ മറിച്ചിടും, ശൈത്താൻ ബാധ ഉണ്ടാകും എന്നതിന് ഇവർ പറയാറുള്ള മറ്റൊരു തെളിവ്. വസ്തുതകൾ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ആയത്തുകൾ കൊണ്ട് ഇതിനെ വിശദീകരിച്ചാൽ തന്നെ കാര്യം ബോധ്യപ്പെടുന്നതാണ്. അത് പണ്ഡിതന്മാരും മുഫസ്സിറുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്ക് നിങ്ങൾ, ഷാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ഖഫാൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് അയ്യക്കൂന സ്വറഉ വൽ ജുനൂനു മിന ശൈത്വാനി ബാത്തിലുന്ന, ഷെയ്ത്താൻ ഭ്രാന്തുണ്ടാക്കും അല്ലെങ്കിൽ അപസ്മാര രോഗം ഉണ്ടാക്കും എന്നത് ബാത്തിലായ അഭിപ്രായമാണ്. സിറാജ് പറഞ്ഞിട്ടുണ്ട് ജിന്നും ഉണ്ടാക്കും ഞരമ്പ് കൊണ്ടും ഉണ്ടാകും എന്ന്. അപ്പം മാത്രമല്ല, ഞരമ്പ് രോഗമാണ് അല്ലെങ്കിൽ ആ ഞരമ്പിനുണ്ടാവുന്ന വീക്ക്നെസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗമാണ് അപസ്മാരം എന്നുള്ളത് അത് വിശ്വസിക്കുന്നവൻ ജാഹിലാണ് എന്ന് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രോഗം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ബാത്തിലാണ്. കാരണം ലി അന്നഹു ലാ യഖ്ദിറു അലാ ദാലിക്, ഷെയ്ത്താൻ അതിന് കഴിയില്ല. റൂഹുൽ മആനിയിൽ ഉദ്ധരിച്ചതാണ്. അതുപോലെ തന്നെ ഫഖ്റുർ റാസി എടുത്തു പറഞ്ഞിട്ടുണ്ട് അന്നാസു യഖൂലൂന അൽ മസ്റൂ ഇന്നമാ ഹദസത് ബിഹി തിൽക്കൽ ഹാല ലിഅന്ന ശൈത്താന യമുസ്സുഹു വയസ്റഉഹു വഹാദാ ബാത്തിലുൻ, ഷെയ്ത്താൻ അവനെ മറിച്ചിടും, അപസ്മാര രോഗം ഉണ്ടാക്കും എന്നുള്ളതൊക്കെ ബാത്തിലായ അഭിപ്രായമാണ്. ലിഅന്ന ഷൈത്താന ലഈഫുൻ, ഷെയ്ത്താൻ ലഈഫാണ്. ലാ യഖ്ദിറു അലാ സറഇന്നാസ്, ജനങ്ങൾക്ക് രോഗം ഉണ്ടാക്കാൻ അയാൾക്ക് കഴിയില്ല. വ ഖത്ലിഹിം, അവരെ കൊല്ലാനും കഴിയില്ല. റാസി തഫ്സീറുർ റാസിയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നേരത്തെ സിറാജ് ഒരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. നമ്മൾ മൂസാ അലൈഹി സ്വലാമയുടെ ചരിത്രം പറയുന്നിടത്ത് മൂസാ അലൈഹി സ്വലാമയുടെ അടുക്കൽ വന്ന ഒരു അബദ്ധത്തെ ഷെയ്ത്താനിലേക്ക് ചേർത്തി പറഞ്ഞപ്പോൾ കണ്ടോ, ഷെയ്ത്താൻ ഒരാളെ കൊല്ലിക്കാൻ പോലും എന്ത് ചെയ്യും, കഴിവുണ്ട് എന്നൊക്കെ കോട്ടി മാട്ടി സിറാജ് ബാലുശ്ശേരി പറഞ്ഞതായിട്ട് കാണാം. അവിടെ ഹദാമിൻ അമലി ഷെയ്ത്താൻ എന്ന് പറഞ്ഞത് ഇത് ഷെയ്ത്താൻ്റെ അമലാണ് എന്ന് പറഞ്ഞാൽ ഷെയ്ത്താൻ്റെ ദുഷ്പ്രേരണ നിമിത്തമാണ് ഈ ചെയ്തത് എന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ്റെ വസ്വാസായിരുന്നു എന്നാണ്. അതല്ലാതെ ഷെയ്ത്താൻ എന്തേ ചെയ്തതല്ല, കൊല്ലിച്ചതല്ല എന്ന് തിരിച്ചറിയാനുള്ള ചെറിയൊരു ബുദ്ധി പോലും ഇവർക്കില്ലല്ലോ. ഇനി അതേ രീതിയിൽ പല പണ്ഡിതന്മാരും റഷീദിരിലയും ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അൽമനാറിൽ. പക്ഷേ റഷീദിരില ഇവർക്ക് അനഭിമതനാണ്, കൊള്ളരുതാത്തവനാണ്, അദ്ദേഹം അഖ്ലാനിയാണ് എന്നാണ് എന്ത് ചെയ്യാറുള്ളത്, പറയാറുള്ളത്. ഇവർക്ക് പറ്റാത്തവരൊക്കെ അഖ്ലാനി അല്ലെങ്കിൽ മുഅ്തസില എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാണ് ഇവർ ചെയ്യാറുള്ളത്. അതേ രീതിയിൽ സബഖ്ശരി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അതുപോലെ തന്നെ ഫഖ്റുദ്ദീൻ റാസി പറഞ്ഞത് നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ അബ്ദുള്ള അൻ-നൂരി ഈ ആയത്തിനെ വിശദീകരിച്ചെടുത്ത് പറഞ്ഞത് വലൈസ ഫിൽ ആയത്തി ദലീലുൻ അല അന്ന സ്വറ അവിൽ ജുനൂന യഅതി മിന ഷൈത്താൻ, ഷെയ്ത്താനിൽ നിന്നാണ് അപസ്മാര രോഗം അല്ലെങ്കിൽ ഭ്രാന്തുണ്ടാകുന്നത് എന്ന് അത് ആ അഭിപ്രായത്തിന് ഈ ആയത്തിൽ എന്തില്ല, തെളിവില്ല എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് അബ്ദുള്ള അൻ-നൂരി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല അതിന് അദ്ദേഹം തെളിവായിട്ട് സൂറത്ത് ഇബ്രാഹിമിലെ 22-ാമത്തെ വചനം കൂടി കൊണ്ടുവന്നു. അവിടെ പരലോകത്ത് വെച്ച് ഷെയ്ത്താൻ പറയും എന്ന് പറഞ്ഞിട്ട് ഖുർആൻ നമ്മെ ബോധിപ്പിക്കുന്നുണ്ട്. മാ കാന ലീ അലൈക്കും ബിൻ സുൽത്താൻ, ഒരധികാരവും നിങ്ങളുടെ കാര്യത്തിൽ എനിക്കുണ്ടായിരുന്നില്ല. ആകെ ഞാൻ ചെയ്തതെന്താ, ഇല്ല അന്ദഅഉതുക്കും ഫസ്തജബ്തുലി, ഞാൻ നിങ്ങളെ ക്ഷണിച്ചു, അപ്പോൾ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. അതുകൊണ്ട് നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചു കൊള്ളുക. ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തൂല, നിങ്ങൾ എന്നെയും രക്ഷപ്പെടുത്തുകയില്ല. അവസാനം പറയുന്ന വാക്ക് സിറാജൊക്കെ ശ്രദ്ധിക്കേണ്ടതാ, ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ, മുമ്പ് നിങ്ങൾ എന്നെ അള്ളാഹുവിൽ പങ്കു ചേർത്തതിനെ ഞാനിതാ നിഷേധിക്കുന്നു. ലാലിമീങ്ങൾക്ക് കടുത്ത ശിക്ഷയുണ്ട്. സൂറത്ത് ഇബ്രാഹിമിലെ 22-ാമത്തെ വചനം കൂടി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പണ്ഡിതാഭിപ്രായത്തിൻ്റെ പേരിലല്ല നമ്മൾ ആ ആയത്തിനെ ആ രീതിയിൽ വിശദീകരിക്കുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അതോടൊപ്പം തന്നെ
അതിനേക്കാൾ ഉപരി പരിശുദ്ധ ഖുർആനിൽ ഷൈത്വാനുമായി ബന്ധപ്പെട്ട വചനങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഇവിടെ ആലങ്കാരികമായിട്ടുള്ളൊരു പ്രയോഗം മാത്രമാണ്. അപസ്മാര രോഗിയെപ്പോലെ അല്ലെങ്കിൽ ഭ്രാന്തനെപ്പോലെയായിരിക്കും പലിശയുമായി ബന്ധപ്പെട്ട ആൾ പരലോകത്തിൽ യൗമുൽ ഖിയാമയിൽ ഹാജരാക്കപ്പെടുക എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നതാണ് വസ്തുത. ഇതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി അദ്ദേഹം ജിന്ന് പിശാജ് രോഗമുണ്ടാക്കും, എന്താണ് അതിലിത്ര മനസ്സിലാക്കാൻ പ്രയാസം എന്ന് ചോദിക്കുന്ന കൂട്ടത്തിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ കാലഘട്ടത്തിൽ വിവിധ സൃഷ്ടികൾ മനുഷ്യന് രോഗമുണ്ടാക്കുന്നുണ്ട്. പൂച്ചകൾ, നായകൾ, പക്ഷികൾ, ഇങ്ങനെ പലതും മനുഷ്യന് രോഗമുണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ പിശാജ്, ജിന്ന്, ഇവരിൽ നിന്നൊക്കെ എന്തുകൊണ്ട് രോഗമുണ്ടായിക്കൂടാ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഈ വാദം അദ്ദേഹം ഉദ്ധരിക്കുന്നത് മതത്തിൻ്റെ പേരിൽ പറയുന്ന ഈ അഭിപ്രായം ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് സമർത്ഥിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ബുദ്ധി പറയുകയും എന്നാൽ ബുദ്ധി എടുക്കുന്ന ആളുകൾ അവർ അക്ലാനികളാണ്, മുഅ്തസിലികളാണ് എന്ന അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. ഏതായിരുന്നാലും അതൊന്നും നമ്മൾ അത്ര കാര്യമായി എടുക്കുന്നില്ല. മനുഷ്യന്മാർക്ക് രോഗമുണ്ടാക്കുന്ന സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറയുന്ന പൂച്ചകളായിരുന്നാലും പക്ഷികളായിരുന്നാലും പ്രാണികളായിരുന്നാലും ഒക്കെ അതൊക്കെ വളരെ കൃത്യമായി തെളിയിക്കാൻ കഴിയുന്നതാണ്. ഏത് വഴിയാണ് ആ രോഗമുണ്ടായത്, എങ്ങനെയാണ് ആ രോഗം വന്നത്, എങ്ങനെയാണത് പകരുന്നത് എന്നതൊക്കെ കൃത്യമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്, തെളിയിക്കാൻ കഴിയുന്നതുമാണ്. കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ബോധ്യപ്പെടുന്ന കാര്യവുമാണ്. യഥാർത്ഥത്തിൽ പിശാജ്, ജിന്ന് രോഗമുണ്ടാക്കും എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത് ബോധ്യപ്പെടുക? വഹയിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ പിശാജിൻ്റെ, ജിന്നിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ലോകത്താർക്കും ബോധ്യമാവുകയില്ല. അത് അദൃശ്യമായതാണ്, ഗൈബിയായ കാര്യമാണ്. അപ്പം ഗൈബിയായ ഒരു കാര്യത്തെ, അദൃശ്യമായിട്ടുള്ള ഒരു കാര്യത്തെ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മനുഷ്യർക്ക്, മുസ്ലിങ്ങൾക്ക്, വിശ്വാസികൾക്ക് മനസ്സിലാവുകയുള്ളൂ എങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് രോഗം വന്നാൽ ആ രോഗം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് എന്ത് മാനദണ്ഡപ്രകാരമാണ് നിങ്ങൾ പറയുക? അത് ജിന്നുണ്ടാക്കിയതാണ്, അത് ജിന്നല്ല, ഇനി പക്ഷികളോ മറ്റ് ജീവജാലങ്ങളോ ഉണ്ടാക്കിയതാണ്, പക്ഷികളോ ജീവജാലങ്ങളോ ഉണ്ടാക്കിയതാണ് എന്ന് ബോധ്യപ്പെടുന്നതിന് യാതൊരു പ്രയാസമില്ല, തെളിയിച്ചാൽ അത് കിട്ടും. പക്ഷെ പിശാചാണ് രോഗമുണ്ടാക്കിയത് എന്ന് എങ്ങനെ ബോധ്യപ്പെടും? അതുകൂടി വിശദീകരിക്കണം, അതുകൂടി പറയണം. എങ്കിലേ ബുദ്ധിപരമായി നിങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഈ കാര്യം കൃത്യമായി ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ നാസിർ സഅദിയുടെ ഒരഭിപ്രായത്തെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, അത് പണ്ഡിതവചനങ്ങൾ ഉദ്ധരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പണ്ഡിതവചനങ്ങൾ ഉദ്ധരിക്കാം, എനിക്ക് പണ്ഡിതവചനം ഉദ്ധരിക്കാൻ പാടില്ല, ഞാൻ നസ്സ് പറയണം എന്ന് നിങ്ങൾ പറഞ്ഞു എന്നതാണ്. നസ്സിനോട് യോജിക്കുന്ന, ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കുന്ന പണ്ഡിതവചനങ്ങളാണെങ്കിൽ തീർച്ചയായും നമ്മളത് സ്വീകരിക്കും. അതിനോട് യോജിക്കാത്ത പണ്ഡിതവചനങ്ങളാണെങ്കിൽ അത് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. അത് തന്നെയാണ് പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ സിറാജ് ബാലുശ്ശേരി പറഞ്ഞിട്ടുള്ള പ്രമാണത്തിനോടുള്ള സമീപനം എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം നാസിർ സഅദിയുടെ ഒരഭിപ്രായം ഈ വിഷയത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആ നാസിർ സഅദിയുടെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞ പിശാചി രോഗമുണ്ടാക്കും എന്നതിനോട് യോജിക്കുന്നതായതുകൊണ്ട് അത് അനുമാനമല്ല. എന്നാൽ അതിൻ്റെ തൊട്ട് മുമ്പ് ബഹുമാന്യ പണ്ഡിതന്മാരായ ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർ കൂടിയായ മുഹമ്മദ് അമാനി മൗലവിയുടെയും ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയുടെയും ഒക്കെ, കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ ഉൾപ്പെടെയാണ് ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയും കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരും ഉൾപ്പെടെയാണ് അത് എഴുതിയിട്ടുള്ളത്, എല്ലാവർക്കും അറിയാം. അവരുടെ അഭിപ്രായം പറയുന്ന സമയത്ത് അത് അനുമാനമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയും. കാരണം
അദ്ദേഹത്തിൻ്റെ വാദത്തിന് യോജിക്കുന്ന അഭിപ്രായമല്ലാത്തതുകൊണ്ട് അത് അനുമാനമാണ്. അദ്ദേഹത്തിൻ്റെ വാദത്തിന് യോജിക്കുന്ന അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞാൽ അത് നസ്സിനോട് യോജിക്കുന്ന അഭിപ്രായവും ആണ്. വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഒരു കാര്യം പറയാനുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൗഹീദ് മനസ്സിലാക്കുന്നിടത്ത് നിങ്ങൾക്ക് തൗഫീഖ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന കാര്യം ഞങ്ങൾ സങ്കടത്തോടുകൂടി അഭിപ്രായപ്പെടുകയാണ്. നിങ്ങൾക്ക് മാത്രമല്ല, വിസഡം വിഭാഗത്തിന് പോലും ഇത് സംഭവിക്കുന്നുണ്ട്. സമീപകാലത്ത് പുറത്തിറങ്ങിയിട്ടുള്ള ഔദ്യോഗികമായ ഒരു രേഖയിൽ ബഹുമാന്യ പ്രസിഡന്റ് വിസഡം വിഭാഗത്തിൻ്റെ അഭിപ്രായം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംശയത്തിനിടയില്ലാത്ത വിധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ തൗഹീദിൽ നിന്ന് അകലുകയും ശിർക്കൻ വിശ്വാസം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും വിഷമകരമായ ഒരു അവസ്ഥ കടന്നു വരാനുള്ള കാരണം നസ്സിൽ നിന്ന് പിറകോട്ടു പോയി എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകചര്യയിൽ നിന്നും പിറകോട്ടു പോവുകയും തങ്ങളുടെ അഭിപ്രായങ്ങളും അന്ധവിശ്വാസങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള പണ്ഡിതവചനങ്ങളെ കൂട്ടുപിടിക്കുകയും ചെയ്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ അപകടം സംഭവിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലേക്കും പ്രവാചകൻ്റെ തിരുചര്യയിലേക്കും അഥവാ ഇസ്ലാമിൻ്റെ നസ്സുലേക്ക് നമ്മൾ തിരിച്ചു വരണം. അങ്ങനെ തിരിച്ചു വന്നാൽ ദുനിയാവിലും പരലോകത്തിലും നമുക്ക് വിജയം വരിക്കാൻ സാധ്യമാവുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിനും പ്രവാചകൻ്റെ തിരുചര്യക്കും എതിരായി ഏതു അഭിപ്രായങ്ങൾ വന്നിരുന്നാലും ശരി, അത് സ്വീകരിക്കാതിരിക്കുക എന്നതാണ് ഒരു സത്യവിശ്വാസിയുടെ ഈ രംഗത്തുള്ള ശരിയായ മാനദണ്ഡം. അതാണ് പരലോകത്ത് വിജയിക്കാനുള്ള മാർഗം, സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള വഴി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.